നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന്റെ കുടുംബസ്വത്ത് എന്നറിയപ്പെടുന്ന ഊരാളുങ്കലിനെ സഹായിക്കുന്ന കാര്യത്തിലും കോൺഗ്രസിൽ ഗ്രൂപ്പ്. മുതിർന്ന രണ്ട് നേതാക്കൾ മുഖ്യമന്ത്രിയും സ്പീക്കറുമാണ് ഊരാളുങ്കലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്തത്. മുഖ്യമന്ത്രി ഭരിക്കുന്ന ധനവകുപ്പ് ഊരാളുങ്കലിനെ ഹാരവിട്ട് സ്വീകരിച്ചപ്പോഴാണ് സ്പീക്കർ ഊരാളുങ്കലിനെ പടിയടച്ച് പിണ്ടം വെച്ചത്. ഊരാളുങ്കലിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപം മുറുകുകയാണ്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഊരാളുങ്കലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ പദ്ധതികൾ ടെൻഡർ നടപടികളില്ലാതെ നേരിട്ട് ഏറ്റെടുക്കുന്നതിനായി ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള അംഗീകൃത ഏജൻസികൾക്ക് നൽകിയിരുന്ന പ്രത്യേക അനുമതി ധനവകുപ്പ് പുതുക്കി നൽകിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. മുഖ്യമന്ത്രി ഫയൽ കണ്ടോ എന്ന് വ്യക്തമല്ല. എങ്കിൽ ആരായിരിക്കും രാഷ്ട്രീയ തീരുമാനമെടുത്തത്? മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF ഈ ഇളവുകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നുവെങ്കിലും നിലവിൽ 46 അക്രഡിറ്റഡ് ഏജൻസികളുടെ കാലാവധി നീട്ടി നൽകിയ കൂട്ടത്തിൽ ഊരാളുങ്കലിനെയും ഉൾപ്പെടുത്തി സർക്കാർ പുതിയ ഉത്തരവിറക്കുകയായിരുന്നു. അനുമതി ലഭിച്ചവയിൽ 40 ഏജൻസികളും പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ളവയാണ്. ഊരാളുങ്കലിനെ കൂടാതെ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി, പിണറായി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, കോസ്റ്റ് ഫോർഡ് ഹാബിറ്റാറ്റ്, തൃശൂർ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയാണ് ഈ പട്ടികയിലുള്ള മറ്റ് സ്വകാര്യ സഹകരണ ഏജൻസികൾ. ഇവർക്ക് മുമ്പ് അനുവദിച്ചിരുന്ന 2 വർഷത്തെ കാലാവധി കഴിഞ്ഞ മെയ് 31 അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് ഈ മാസം 31 വരെ താൽക്കാലികമായി നീട്ടി നൽകിയ കാലാവധിയാണ് ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത്. വരും വർഷങ്ങളിലേക്ക് അന്തിമമായ അനുമതി പുതുക്കി നൽകുന്നതിന് മുമ്പ് ഈ സർക്കാർ ഇതര ഏജൻസികളുടെ പ്രവർത്തന മികവ് ധനവകുപ്പ് വിശദമായി വിലയിരുത്തുമെന്നാണ് സൂചന. അതേസമയം തിരുവഞ്ചൂർ ഊരാളുങ്കലിനെതിരായ ജനവികാരത്തിനൊപ്പം നിന്നു. നിയമസഭയ്ക്കുള്ളിൽ നടത്തിയ പ്രവർത്തികളിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് LDF സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തുക അനുവദിച്ചിറക്കിയ ഉത്തരവുകൾ അടക്കം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. സഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ അനുവദിച്ച 7.5 കോടി രൂപയുടെ കരാറും ഇക്കൂട്ടത്തിലുണ്ട്. ശങ്കരനാരായണൻ തമ്പി ഹാളിന്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഊരാളുങ്കലിനെ ഒഴിവാക്കി പകരം പൊതുമരാമത്ത് വകുപ്പിന് നൽകാനും നിർദ്ദേശിച്ചു. ഡേറ്റാ സെന്ററിന്റെ വാർഷിക പരിപാലന ചുമതലയിൽ നിന്നും ഊരാളുങ്കലിനെ നീക്കിയിട്ടുണ്ട്. കെൽട്രോണിനാണ് പകരം ചുമതല. മുൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കകത്ത് ഊരാളുങ്കലിന് ലഭിച്ച ആനുകൂല്യങ്ങളും കരാറുകളും വൻ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് സ്പീക്കറുടെ കർശന ഇടപെടൽ. വിശദ അന്വേഷണത്തിനും അദ്ദേഹം ഉത്തരവിട്ടേക്കും. നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുവാനുള്ള പദ്ധതിയിൽ നേരത്തെ വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കോടികൾ ചിലവഴിച്ച് നിയമസഭാ പരിസരം നവീകരിക്കുന്നതിന് വിവിധ കരാറുകൾക്കായി അനുവദിച്ച പദ്ധതി നിർത്തിവെക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിവേഗം ഭരണാനുമതി നൽകി LDF സർക്കാർ ആദ്യഘട്ട തുക അനുവദിച്ച പദ്ധതിയാണിത്. മണ്ണ് പരിശോധനയ്ക്കായി മാത്രം 6 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വൻ വിലയുള്ള ഇറ്റാലിയൻ മാർബിൾ അടക്കം ഉപയോഗിച്ച് സഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാനായിരുന്നു ഊരാളുങ്കലിന് ലഭിച്ച കരാർ. വർഷത്തിൽ 10 ദിവസത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുന്ന ഹാൾ നവീകരിക്കാൻ ഇത്രയും തുക ചിലവാക്കേണ്ടതുണ്ടോ എന്ന ധനവകുപ്പിന്റെ ചോദ്യം അവഗണിച്ചായിരുന്നു LDF സർക്കാർ കരാർ ഉറപ്പിച്ചത്. ഇതിനു പുറമെ ലോക കേരള സഭ നടന്ന വേളയിൽ അതിഥികൾക്ക് 2 ദിവസത്തെ ഉച്ചഭക്ഷണം നൽകുന്നതിന് ഡൈനിങ് ഹാളിൽ AC സ്ഥാപിച്ചതിനടക്കം 35 ലക്ഷം രൂപയുടെ ബിൽ വിവിധ കരാറുകൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് നൽകിയിരുന്നു. ഇത്രയും ഭീമമായ തുക എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് അന്വേഷണമുണ്ടാകും. സ്പീക്കർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് ഊരാളുങ്കലിനെ സഹായിക്കുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ഫയൽ കണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേരളം CPM-ന്റെ പോഷക സംഘടനയായ ഊരാളുങ്കലിൽ തീറെഴുതിയത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതലാണ്. സുപ്രീം കോടതിയെ ഒരു ഉളുപ്പുമില്ലാതെ പിണറായിയുടെ കേരള സർക്കാർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പരിധിയില്ലാതെ ഏത് പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുമതി നൽകുന്ന ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് പഴയ സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 82% ഓഹരികളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കിയാണ് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. കണ്ണൂരിലെ 7 നില കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിരുന്നു. ഇതിനെതിരെയുള്ള ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് കേരള സർക്കാരിന് വേണ്ടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഇതിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബഹുഭൂരിപക്ഷം ഓഹരികളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ AKG സെന്ററിലെ ഖജനാവ് നിറയ്ക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്.
ഊരാളുങ്കലിലെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ചേർന്നാണ്. 2015 ഉമ്മൻചാണ്ടിയാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായി ഊരാളുങ്കലിനെ അംഗീകരിച്ചത്. സർക്കാർ അംഗീകരിച്ച അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകാം. അതിനുവേണ്ടിയാണ് ഊരാളുങ്കൽ പ്രത്യേക അധികാരം നൽകിയത്. ഇതൊരു CPM പ്രസ്ഥാനമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. TP ചന്ദ്രശേഖരൻ വധത്തിൽ CPI നേതാക്കളെ കോൺഗ്രസ് സഹായിച്ചതും ഇങ്ങനെ തന്നെയാണ്. 2016 ജാനുവരിയിൽ ഉമ്മൻചാണ്ടി IT അനുബന്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള അനുമതി ഊരാളുങ്കലിന് നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 250 കോടി വരെയുള്ള കരാറുകൾ ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ നൽകാൻ അനുമതി നൽകി. പിണറായിയുടെ ഇടപെടൽ വഴിയാണ് ഇതെന്ന് മനസ്സിലാക്കാം. LDF സർക്കാർ 2017 ഇത് 500 കോടിയായും 2019 800 കോടിയായും ഉയർത്തി. ഇപ്പോൾ പരിധിയെല്ലാം എടുത്തു കളഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് കോടികളുടെ കരാറുകളാണ് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് ലഭിച്ചത്. LDF സർക്കാർ അധികാരത്തിലെത്തിയ 2019 സെപ്റ്റംബർ വരെ 347 കരാറുകളാണ് ടെൻഡർ ഇല്ലാതെ സർക്കാർ വകുപ്പുകൾ മാത്രം ഊരാളുങ്കലിന് നൽകിയത്. നിയമസഭ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയെല്ലാം ചേർത്ത് 1000-ഓളം കരാറുകൾ ഇതിനു പുറമെ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇപ്പോൾ ഇത് 1000 കവിയും. 8 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കാനാകുമെന്ന് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ നിർദ്ദേശിച്ച ഈ നിയമസഭാ പദ്ധതിയാണ് ഊരാളുങ്കലിന് 52 കോടി 31 ലക്ഷം രൂപയ്ക്ക് നൽകിയത്. ഉയർന്ന നിരക്കിൽ കരാർ നൽകുകയും അത് മറ്റു പല ഏജൻസികൾക്കും വ്യക്തികൾക്കും ഉപകരാർ നൽകുകയുമാണ് ഊരാളുങ്കൽ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത്തരം ഉപകരാറുകളിലൂടെ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടെന്നാണ് ED പറയുന്നത്. സഹകരണ സംഘമെന്ന പരിഗണനയിലാണ് ഊരാളുങ്കൽ കഴിഞ്ഞ സർക്കാരിൽ നിന്നും കരാർ ഏറ്റെടുത്തത്. എന്നാൽ സ്വകാര്യ കമ്പനികൾ രൂപീകരിച്ചു മറ്റ് ഏജൻസികൾക്ക് ഉപകരാർ നൽകുകയുമാണ് ചെയ്തത്. ഇതാണ് വിവാദത്തിലാക്കിയത്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള ഉന്നതന്റെ ഭാര്യയ്ക്ക് ഊരാളുങ്കലിൽ നിക്ഷേപമുണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. UDF നാളെ അധികാരത്തിലെത്തിയാൽ ഇവർക്ക് നൽകിയ കരാറുകൾ പുനഃപരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഒരിക്കൽ കരാർ നൽകിയാൽ അത് പിന്നീട് പുനഃപരിശോധിക്കാൻ കഴിയില്ല. ഒന്നിലേറെ മേഖലകളിൽ പ്രവൃത്തി ഏറ്റെടുക്കാൻ കാര്യശേഷിയുള്ള സ്ഥാപനങ്ങളെയാണ് സർക്കാർ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായി അംഗീകരിക്കുന്നത്. ഒരു പദ്ധതി നിർവഹണം മൊത്തത്തിൽ ഈ സ്ഥാപനങ്ങൾക്ക് കരാറായി നൽകാമെന്നതാണ് ഇതിന്റെ നേട്ടം. ഇതാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ഓരോ വർഷവും ധനവകുപ്പാണ് അക്രഡിറ്റഡ് ഏജൻസികളെ നിശ്ചയിക്കാറുള്ളത്. ഉമ്മൻചാണ്ടിയായിരുന്നു ഇക്കാലത്ത് ധനമന്ത്രി. ടെൻഡറില്ലാതെ നേരിട്ട് ഇത്തരം ഏജൻസികൾക്ക് കരാർ നൽകാനാവൂ. ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായ ഏജൻസികളെ അക്രഡിറ്റഡ് ഏജൻസികളായും അംഗീകരിക്കാറുണ്ട്. KM മാണി ധനമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷമാണ് ഇത് നടന്നതെന്ന് കരുതുന്നു. ഈ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് വയനാട് പുനരധിവാസ പദ്ധതിയും ടെൻഡർ ഇല്ലാതെ നൽകിയത്. ഊരാളുങ്കലിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മറവിൽ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും സർക്കാർ പണം ധൂർത്തടിക്കാൻ മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കിയത് M. ശിവശങ്കർ ആണെന്ന് ED നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. CM രവീന്ദ്രന്റെ സഹായത്തോടെയാണ് ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് വേണ്ടി കരുക്കൾ നീക്കിയതെന്ന് സംശയിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ്. മുഖ്യമന്ത്രിയുടെ പൂർണ്ണ അറിവും സമ്മതവും ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഊരാളുങ്കലിൽ ആര് മണികെട്ടുമെന്നാണ് കേരളം ചോദിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായി നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഊരാളുങ്കലാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഊരാളുങ്കലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചരട് വലിക്കുന്നത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കരുതി. റോഡ് ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും CPM-നെയും പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ രേഖകൾ പുറത്തു വന്നപ്പോഴും പ്രതിസ്ഥാനത്ത് ഊരാളുങ്കൽ തന്നെയായിരുന്നു. വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഗതാഗത വകുപ്പ് നേരത്തെ ഊരാളുങ്കലിന് നൽകിയ കരാറിൽ ഉപകരാർ നൽകിയത് പ്രസാഡിയോയ്ക്ക് ആയിരുന്നുവെന്നും തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നത്. പ്രസാഡിയോ കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന്റെ പേരുണ്ടെന്ന വിവരവും പുറത്തു വന്നു. അതായത് ഊരാളുങ്കലിന്റെ മറവിൽ CPM പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേരളത്തെ അനുദിനം വികസിപ്പിക്കുന്നതെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത്. എന്നാൽ എല്ലാ ഇടപാടുകളും ഇന്റലിജന്റ് മൂവാണ്. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലാണ് നീക്കങ്ങൾ നടന്നത്. നിരത്തിലെ നിയമലംഘനം പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി SIRT എടുത്തെങ്കിലും പ്രധാന പദ്ധതി നടത്തിപ്പ് സ്ഥാപനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസാഡിയോ ആണ്. കോടികളുടെ അഴിമതിയും ക്രമവിരുദ്ധ ഇടപെടലും പ്രസാഡിയോയ്ക്ക് കിട്ടിയ മറ്റു പദ്ധതികളുടെ കരാർ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നത്. കാസർഗോഡും കണ്ണൂരും വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഊരാളുങ്കലിൽ നിന്ന് ഉപകരാർ എടുത്തത് പ്രസാഡിയോയാണ്. 4 കോടി 16 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഉപകരണങ്ങളുടെ സപ്ലൈയും അനുബന്ധ ജോലികളുമായിരുന്നു പ്രസാഡിയോയുടെ ചുമതല. 2018 സ്ഥാപനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കരാർ പ്രസാഡിയോ ഏറ്റെടുക്കുന്നത്.
ട്രാഫിക് ക്യാമറയ്ക്ക് കെൽട്രോൺ വഴിയാണ് സർക്കാർ സ്വകാര്യ കമ്പനിയിലേക്ക് എത്തിയതെങ്കിൽ ഇവിടെ കിറ്റ്കോ വഴിയാണ് ഗതാഗത വകുപ്പ് ഊരാളുങ്കലിലേക്കും അതുവഴി പ്രസാഡിയോയിലേക്കും എത്തിയത്. K4 അടക്കം മറ്റു വൻകിട പദ്ധതികളും സമാനമായ ഉപകരാറുകൾ പ്രസാഡിയോ നേടിയതിന്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന വൻകിട പദ്ധതികളെല്ലാം ടെൻഡർ ഘട്ടം മുതൽ കരാർ ഉപകരാർ ജോലികളിൽ വരെ ഒരേ കമ്പനികളുടെ സ്ഥിരം സാന്നിധ്യവും ഇതിന് പിന്നിലെ സ്വജനപക്ഷപാതവുമാണ് പ്രതിപക്ഷം ആയുധമാക്കിയത്. ഊരാളുങ്കൽ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നാണ് AKG സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ്. CM രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഊരാളുങ്കലിന് വേണ്ടി ചരടുകൾ വലിക്കും. മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിൽ എത്തുന്ന വർക്കുകൾ ഊരാളുങ്കലിൽ ക്യാൻവാസ് ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൂടിയാകുമ്പോൾ സംഗതി പൂർണ്ണമാകും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി CPMന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രമാണെന്ന ആരോപണം മുമ്പെയുണ്ട്. ഒരു തരത്തിലുമുള്ള ടെൻഡർ നടപടികളും പാലിക്കാതെ സർക്കാരിന്റെ കോടികൾ ഊരാളുങ്കലിന് നൽകിയതിനെ കുറിച്ച് രഹസ്യാന്വേഷണം നടന്നിരുന്നു. സർക്കാർ മേഖലയിലുള്ള ജോലികളാണ് ഊരാളുങ്കലിന് കൂടുതലും കിട്ടുന്നത്. രാമനാട്ടുകര ഫ്ലൈ ഓവർ, കോഴിക്കോട് നഗരവികസനം, റെഗുലേറ്റർ കം ബ്രിഡ്ജ്, പിണറായി കമ്മ്യൂണിറ്റി പാർക്ക്, വെള്ളിമാടിക്കുന്ന് ജെൻഡർ പാർക്ക് തുടങ്ങി നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. മലബാറിലെ ഊരാളുങ്കൽ ഗ്രാമത്തിലാണ് സൊസൈറ്റി ജന്മമെടുത്തത്. വാഗ് ബഡാനന്ദയാണ് സംഘത്തിന്റെ സ്ഥാപകൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമെന്നാണ് സൊസൈറ്റി അവകാശപ്പെടുന്നത്. CPM അധികാരത്തിൽ വരുമ്പോഴാണ് സൊസൈറ്റിക്ക് ശുക്രദശ തുടങ്ങുന്നത്. മലബാറിലെ CPM നേതാക്കളുടെ കയ്യിലുള്ള ഊരാളുകളുടെ ഓഹരികൾ ഉള്ളതെന്നാണ് വിവരം. ഇതിൽ സർക്കാരിൽ ഉന്നതരും ഉൾപ്പെടുന്നുണ്ട്. അതാണ് EDക്ക് മുന്നിലെ വിഷയം. വാഗ് ബഡാനന്ദന്റെ ആശീർവാദത്തോടെ പാലേരി ചന്ദൻമൻ 1925 സ്ഥാപിച്ചതാണ് ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 1415 അംഗങ്ങളാണ് സൊസൈറ്റിക്കുള്ളത്. 4000-ലധികം നിർമ്മാണ ജോലികൾ ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. 100 കോടിയിലധികം രൂപയുടെ ജോലികൾ കമ്പനി നടത്തിയിട്ടുണ്ട്. സർക്കാരാണ് ഇവരുടെ പ്രധാന വരുമാന സ്രോതസ്. K4 പദ്ധതി ഊരാളുങ്കലിന് നൽകാറായിരുന്നു സർക്കാരിന്റെ പദ്ധതി. 500 കോടിയുടെ അഴിമതിയാണ് ഇതുവഴി നടത്താൻ ഉദ്ദേശിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. K4 പദ്ധതി വിവാദത്തിലായതോടെ അഴിമതി പൊളിഞ്ഞു. CDIT എന്ന സർക്കാർ ഏജൻസി നടപ്പിലാക്കിയിരുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചു. പോലീസിന്റെ അതീവ രഹസ്യമായ ഡേറ്റാബേസും ഊരാളുങ്കലിൽ സർക്കാർ തുറന്നു കൊടുത്തിരുന്നു. ഊരാളുങ്കൽ സഹകരണ സംഘമാണ് കരമന കളിയാക്കവിള റോഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ മരാമത്ത് ജോലികൾ നിർവഹിച്ചത്. ഖജനാവിൽ നിന്ന് മരാമത്ത് ജോലികൾക്കായി നീക്കിവെക്കുന്ന തുകയിൽ 70% പോകുന്നത് ഊരാളുങ്കലിന്റെ പോക്കറ്റിലേക്കാണ്. അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൂട്ടി നോക്കിയാൽ CPM പോക്കറ്റിലാക്കുന്ന പണത്തിന്റെ കണക്ക് മനസ്സിലാക്കാം. ഏതായാലും ശിവശങ്കരനും രവീന്ദ്രനും ചേർന്ന് കേരളത്തെ CPM പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കിയെന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സ്ഥാപനത്തെ സർക്കാർ സ്ഥാപനമാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ കാണുമ്പോൾ ഇത്രയേ പറയാനുള്ളൂ. കേരളമാണ് എന്ത് നടക്കും, അതാണ് വയനാട്ടിലും കണ്ടത്. ഏതായാലും പിണറായിയുടെ വഴി തന്നെ VD സതീശനും പിന്തുടർന്നതിലാണ് കേരളത്തിന് സങ്കടം.